ഭോപ്പാലിൽ മുൻ ജില്ലാ ജഡ്ജിയുടെ വീട്ടിൽ മരിച്ച ട്വിഷ ശർമ്മയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മകൾക്ക് നീതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർതൃ വീട്ടുകാർ മകളെ ക്രൂരപീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയതാണെന്നും കേസിൽ അട്ടിമറി നടന്നതായും കുടുംബം ആരോപിക്കുന്നു. ഉത്തർപ്രദേശിലെ നോയിഡ സ്വദേശി ട്വിഷ ശർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം കനത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ട്വിഷ ജീവനൊടുക്കിയതല്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കേസ് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. നിലവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്നും ഡൽഹി എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അഞ്ച് മാസം മുൻപാണ് വിരമിച്ച ജില്ലാ ജഡ്ജി ഗിരിബാല സിംഗിന്റെ മകൻ സമത് സിംഗ് ടിഷയെ വിവാഹം ചെയ്തത്. വിവാഹശേഷം മുൻ ജില്ലാ ജഡ്ജിയുടെ കുടുംബം കൊടിയ പീഡനങ്ങളാണ് നടത്തുന്നതെന്ന് ടിഷ വീട്ടിൽ പറഞ്ഞിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപും വീട്ടിൽ പീഡനത്തെക്കുറിച്ച് യുവതി അമ്മയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. സംഭാഷണം തുടരുന്നതിനിടെ സമർത്ത് എത്തിയെന്ന് പറഞ്ഞ് ടിഷ ഫോൺ കോൾ കട്ടാക്കി. കോൾ കട്ടായ സമയം മുതൽ ടിഷയോട് സംസാരിക്കാൻ ഭർത്താവ് സമർത്തിനെയും സമർത്തിന്റെ അമ്മയും മുൻ ജില്ലാ ജഡ്ജിയുമായ ഗിരിബാല സിംഗിനെയും നിരന്തരം വിളിച്ചു. ആരും ഫോൺ എടുത്തില്ല. आज 5 दिन हो गए जिन्होंने इस कांड को अंजाम दिया है वो तो फ्री है और जो लोग गुहार लगा रहे हैं न्याय की वो मध्य प्रदेश के लॉ एंड ऑर्डर के लिए इस समय समस्या बना हुआ है। जो गुहार लगा रहा है उसे पकड़ रहे। अरे शर्म करो, MP सरकार उसका ऑर्डर आ गया होगा, गिरीवाला सिंह का ऑर्डर आ गया होगा कि इन लोगों को गिरफ्तार करो। गिरीवाला सिंह समर सिंह का ऑर्डर आ गया होगा कि इन लोगों को गिरफ्तार करो। 10 മിനിറ്റിന് ശേഷം ഗിരിബാല സിംഗിനെ ഫോണിൽ കിട്ടി. മകൾ എവിടെയെന്ന് നോക്കണമെന്ന് ടിഷയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടു. മിനിറ്റുകൾക്കകം ഗിരിബാല സിംഗ് തിരികെ വിളിച്ചു. നിങ്ങളുടെ മകൾ വീടിന്റെ ടെറസിൽ തൂങ്ങാൻ ശ്രമിച്ചെന്നും ശ്വാസം നിലച്ച അവസ്ഥയിലാണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്നും അറിയിക്കുകയായിരുന്നു. എന്നാൽ എയിംസിലേക്ക് വീട്ടിൽ നിന്ന് 15 മിനിറ്റ് മാത്രമാണുള്ളതെന്നും ഫോൺ കോളിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞാണ് അവളെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും സഹോദരനും മേജറുമായ ഹർഷിത് ശർമ്മ പറഞ്ഞു. തന്റെ സഹോദരി മാനസിക പീഡനത്തിനും ഗാർഹിക പീഡനത്തിനും ഇരയായിട്ടുണ്ടെന്നും ഗർഭം മലസിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും സഹോദരൻ പറയുന്നു. അവളുടെ സ്വഭാവശുദ്ധിയെ ആവർത്തിച്ച് ചോദ്യം ചെയ്തു. ഗർഭിണിയാകാൻ കാരണം സമർത്ഥല്ല എന്ന് പോലും പറഞ്ഞിരുന്നു. हम शांतिपूर्ण तरीके से ही तो कह रहे हैं कि शांतिपूर्ण तरीके से आप हमसे जो कह रहे हो, हम डे 1 से कह रहे हैं कि आप पॉइंट बाय पॉइंट लिख के दें, हम उस इन्वेस्टिगेशन का जवाब देंगे। ये हमारा उत्तरदायित्व है, ये हमारा उत्तरदायित्व है। आप जो क्वेरी आ रही है वो क्वेरी लिख के दें, हम उस क्वेरी को आपको हल करके देंगे। जांच कब तक होगी? 20 ലക്ഷം രൂപയുടെ ഓഹരികളും നിക്ഷേപങ്ങളും ഭർത്താവിനും ഭർതൃ വീട്ടുകാർക്കും ഉടൻ കൈമാറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുടുംബം ആരോപിച്ചു. ഭോപ്പാൽ എയിംസിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതി ജീവനൊടുക്കിയതാണെന്ന വിവരമാണ് പുറത്തു വന്നത്. എന്നാൽ മരണത്തിന് മുൻപ് തന്നെ ശരീരമാസകലം ക്ഷതങ്ങളും മുറിവുകളും ഏറ്റിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിച്ചിരിക്കുകയാണ്. മുൻ ജഡ്ജിക്ക് സ്വാധീനമുള്ള ആളുകളാണ് ആശുപത്രിയിൽ ഉള്ളതെന്നും അതിനാൽ ഡൽഹി എയിംസിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. हम कानूनी प्रोसीजर से जाएं, मतलब एक विक्टिम होने के बाद में मैं इनके काले सख्त कानूनों को फेस करूं। मैं यहाँ पर अकेला बेटी मरी हुई बेटी का बाप यहाँ पर आया हूँ, तो मेरे को इतने ज़्यादा कानून और इतने ज़्यादा उससे मेरे को फाइट करना पड़े तो फिर इस कानून को बनाए मुझे अपना जस्टिस लेने के लिए इतनी फाइटिंग करनी पड़ रही है. സ്ത്രീധന പീഡനം, ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തി സമത് സിംഗിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടിഷയുടെ അമ്മായിയമ്മ ഗിരിബാല സിംഗിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകരുതെന്നും കേസിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടാകുന്നതുവരെ നിയമപോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് കുടുംബം വ്യക്തമാക്കുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.